ഹലോ ഫ്രണ്ട്സ്, ഞാൻ പിന്നെ ഒരു ചെറിയ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ള കേട്ടോ. നമുക്ക് മത്തിക്കറി വെച്ചാലോ ഒന്ന്. അപ്പോൾ ചെറിയ മത്തി കിട്ടിയപ്പോൾ മത്തി ഇതാ നമ്മൾ നല്ല ഉപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഉടുമ്പൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കരിവേപ്പിലയും കൂടെ നമ്മളത് ചെറുതായി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളെന്താണെന്ന് പറയുക, കുടംപുളി ഇട്ടിട്ടാണ് മീൻ വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ 2 പീസ് കുടംപുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് വെച്ചാൽ അതിൻ്റെ പുളി വേഗം വെള്ളത്തിലേക്ക് പിടിച്ചോളും. അപ്പോൾ വേഗം പുളിയാവും മീൻ കറിക്ക്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ നമ്മൾ മൺചട്ടിയിലല്ലേ മീൻ കറിയൊക്കെ വെക്കാറുള്ളത്. അപ്പോൾ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ മൺചട്ടി ഇതാ അടുപ്പ് വെച്ചു. എന്നിട്ട് നമ്മൾ നല്ലെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുക. മീൻ കറിക്ക് മാത്രം നമ്മൾ നല്ലെണ്ണയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇതാ എണ്ണ ചൂടായി വന്നപ്പോഴത്തേനും ഇച്ചിരി ഉലുവ നല്ല ഇച്ചിരി ബ്രൗൺ കളർ ആകുന്നതിന് മുമ്പ് നമ്മൾ ഇച്ചിരി കടുകും കൂടി ഇടും. കടുക് ഇച്ചിരി പൊട്ടി വരാനായപ്പോഴത്തേനും നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും കരിവേപ്പിലയും പച്ചമുളകും കൂടെ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ നല്ല ചൂടാകുമ്പോൾ പെട്ടെന്ന് അത് എല്ലാം ഒന്ന് ഇതായി കിട്ടും, വഴഞ്ഞ് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതെല്ലാം ഒന്ന് ഇട്ട് കഴിഞ്ഞതിന് ശേഷം കറിവേപ്പില ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഫ്രഷ് കറിവേപ്പിലയൊക്കെ കിട്ടും നമുക്കിവിടെ. അപ്പോൾ അത് ഇച്ചിരി ഇതായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇച്ചിരി മുളക് പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും, പിന്നെ ഓപ്ഷനാണ് കേട്ടോ, ചിലർ അധികം മല്ലിപ്പൊടി ഇടാറില്ല. ഇവിടെ ഒരു നുള്ളു മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഗ്രേവി കുറച്ച് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കണം. ഇളക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കുടംപുളി നമ്മൾ ഉപ്പിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുടംപുളീൻ്റെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് എത്ര വെള്ളം വേണോ, മീൻ വേകാനുള്ള വെള്ളം എത്ര വേണമെന്ന് വെച്ചാൽ ആ വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇടണം കേട്ടോ. നമ്മളത് എല്ലാം അരപ്പിടുന്നതിൻ്റെ മുളക് പൊടിയൊക്കെ ഇടുന്നതിൻ്റെ കൂടെ ഇട്ടാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ ഇട്ടാലും കുഴപ്പമില്ല. മീനെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് എന്നിട്ട് അതിൻ്റെ മേലിട്ടാലും കുഴപ്പമില്ല. എന്നിട്ട് അത് ഇച്ചിരി തിള ഫുള്ള് വരരുത്, പകുതി തിളയാകുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്താൽ നീറ്റാക്കി വെച്ചിട്ടുള്ള മീൻ അതിലേക്ക് എടുത്തിടാം. എന്നിട്ട് മീൻ വെന്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ പുളിയൊക്കെ ആയാൽ നോക്കുക. എന്നിട്ട് അതിൻ്റെ അടുത്ത് തന്നെ കുഞ്ഞ മത്തിയുണ്ട്, ആ മത്തി നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കണം. പിന്നെ ചീരയും പരിപ്പും കൂടെ കറി, അതാണ് ഇന്നത്തെ ഉച്ചയ്ക്കുള്ള